ഒരിക്കൽ ഒരു സന്യാസി ഭാണ്ഡക്കെട്ടുമായി നടന്നു നീങ്ങുകയായിരുന്നു. ഒരാൾ ചോദിച്ചു, എന്താണ് സന്യാസം? ഉടനെ തന്നെ ആ ഭാണ്ഡക്കെട്ട് താഴെ ഇറക്കി വെച്ച് സ്വതന്ത്രമായി നടന്നു നീങ്ങി. പിന്നെ എന്തിനാണ് ജനിച്ചിരിക്കുന്നതെന്നും എങ്ങനെ ജീവിക്കുമെന്നും ചോദിച്ചപ്പോൾ തിരിച്ചു വന്ന് അതേ ഭാണ്ഡക്കെട്ടെടുത്ത് ചുവരിലേറ്റിക്കൊണ്ട് നടന്നു നീങ്ങി. സജ്ജനങ്ങളെ, പ്രത്യേകിച്ച് കർമ്മവും കർമ്മബന്ധങ്ങളൊന്നും ഇല്ലാതെ ഈശ്വര നിശ്ചയപ്രകാരം ഭൗതിക ശരീരം എടുത്തു വന്നിരിക്കുന്ന പുണ്യാത്മാക്കൾ തൻ്റെ മുന്നിലെത്തുന്ന അർഹതയുള്ള ജീവനുകളെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ പാപകർമ്മത്തിൻ്റെ ഫലം ചുവരിലേറ്റി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പുണ്യാത്മാവിൻ്റെ മുന്നിൽ ഒരാൾ ബ്രഹ്മവിദ്യ പഠിക്കാൻ ചെന്നെത്തി. ആ ഗുരു ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് സാധന ചെയ്യാനും കിഴക്കോട്ട് തലവെച്ച് കിടക്കാനും പറഞ്ഞു. ശിഷ്യൻ നോക്കുമ്പോൾ ഗുരു രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ് ഉണരുന്നതും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെയാണ് ഗുരു തലവെച്ച് കിടക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഗുരു ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എപ്പോഴാണോ ഉറക്കം എഴുന്നേൽക്കുന്നത് അതാണ് എൻ്റെ ബ്രാഹ്മമുഹൂർത്തം. ഞാൻ എങ്ങോട്ടാണോ തലവെച്ച് കിടക്കുന്നത് അതാണ് എൻ്റെ കിഴക്ക്. അത് കണ്ട് നീ അനുകരിക്കരുത്, നീ അനുസരിക്കുക. കാലദേശങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ച് മഹത്തായ ബോധത്തിലെത്തിയ ഗുരുക്കന്മാരുടെ മുന്നിൽ ശാസ്ത്രവും പ്രമാണങ്ങളും ഒന്നും നിലപോകില്ലെന്നറിയുക. ഒരു ജീവനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നിയമം. അങ്ങനെയുള്ള പുണ്യാത്മാക്കളുടെ ശിക്ഷണത്തിലെത്തുമ്പോഴാണ് കർമ്മവും കർമ്മബന്ധങ്ങളും തീർത്ത് ഒരു ജീവൻ യഥാർത്ഥ മോക്ഷത്തിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിയുക.